ബിഗ് ബോസിലെ ഓരോ മത്സരാർത്ഥികളെയും ഒരു ഭാഗത്ത് നിന്ന് ലാലേട്ടൻ അങ്ങോട്ട് പൊളിച്ചടുക്കുവാൻ തുടങ്ങി. ഓരോരുത്തരും സ്വയം വെളുപ്പിക്കുവാൻ വേണ്ടി വൃഥാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണിയും അടിച്ചുകൊണ്ട് ജിൻഡോ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. റോക്കിയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയ സിജോ താടിയല് പൊട്ടി ഒരു സർജറിക്ക് വിധേയനായി അയാൾ അങ്ങനെ പുറത്തുപോയി. ആ മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചിരുന്നോ എന്നുള്ള ചോദ്യത്തിന് അവർ പലരും പറഞ്ഞ മറുപടി, ബിഗ് ബോസിനോട് ഞങ്ങൾ അന്വേഷിച്ചില്ല, പക്ഷേ പരസ്പരം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പലരുടെയും പേരുകൾ പറഞ്ഞു, ഇന്ന ആൾക്കാരോടൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ലാലേട്ട എന്നൊക്കെ പറയുമ്പോൾ ജിൻഡോ എഴുന്നേറ്റെന്ന് പറയുകയാണ്, സർ ഇവർ പറയുന്ന മുഴുവൻ കള്ളമാണ്. ഇവിടെ ഒരാൾ പോലും ഒരാളിനോടും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. ഇതാണ് ശരിക്കും റസ്മിനെ ചൊടിപ്പിച്ച് കളഞ്ഞത്. റസ്മിൻ അവിടെ നിന്നുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് കൂടുതൽ ഷോ കാണിക്കരുത് എന്ന്. സത്യത്തിൽ ജിൻഡോ പറഞ്ഞത് വാസ്തവമാകാനാണ് സാധ്യത. സിജോ പുറത്തു പോയ ആ സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് ആരോ 2-3 പേരൊക്കെ സംസാരിക്കുന്നതിനെക്കുറിച്ച് ലൈവിൽ കണ്ടിരുന്നു. അതിനപ്പുറത്ത് തുടർന്നുള്ള ദിവസങ്ങളിൽ ലാലേട്ടൻ പറഞ്ഞതുപോലെ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, എന്നിട്ടും നിങ്ങൾ ആരും അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. അതെ, ആ വീട്ടിൽ ആ ഒരു ചാപ്റ്റർ മിക്കവാറും ആൾക്കാരൊക്കെ ക്ലോസ് ചെയ്ത് കളഞ്ഞു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജിൻഡോ എന്ന വ്യക്തിക്കെതിരെ ബിഗ് ബോസ് വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കൂടി വരുന്ന ദിവസങ്ങളിൽ പട നയിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരെയും ഒരുമിച്ചാണ് അയാൾ ആക്രമിച്ചത്. പക്ഷേ ജിൻഡോയെ ഇവിടെ ഞാൻ അംഗീകരിക്കുകയാണ്. ധൈര്യമുള്ള മനുഷ്യൻ, ചങ്കുറ്റമുള്ളൊരു മനുഷ്യൻ. കാരണം ഭൂരിപക്ഷം ആൾക്കാരും തനിക്കെതിരെ തിരിയുമെന്ന്, ഭൂരിപക്ഷമെന്നല്ല താനൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും തനിക്കെതിരെ തിരിയുമെന്ന് വളരെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും സത്യം തുറന്നു പറയുവാൻ കാണിച്ച ആ ചങ്കൂറ്റത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജിൻഡോ ഉറങ്ങുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ ലാലേട്ടൻ പ്രദർശിപ്പിക്കുമ്പോൾ ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും അതൊരു വലിയ ആഘോഷം പോലെ, ഒരു വലിയ സന്തോഷം പോലെയായിരുന്നു. അവർക്ക് കിട്ടിയ ഒരു നല്ല ആയുധമായിരുന്നു അത്. എന്തായാലും നമുക്ക് നോക്കാം ജിൻഡോയുടെ കളികൾ എങ്ങനെയൊക്കെ ആയിരിക്കും മുൻപോട്ട് പോകുന്നത്, ആരൊക്കെയായിരിക്കും ജിൻഡോയുടെ മുമ്പിൽ വീഴുവാൻ പോകുന്നത്, ആരൊക്കെയായിരിക്കും ജിൻഡോയെ സമ്മർദ്ദത്തിലാഴ്ത്തുവാൻ പോകുന്നത് എന്ന്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.